ഗുഡ് ആഫ്റ്റർനൂൺ. സോ ഇന്ന് എൻ്റെ പേര് കാവേരി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. സോ അത് ടേമിൽ തന്നെ നമുക്ക് ക്ലിയർ ആണ്. എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഡിറക്ഷൻസ് ആണ് അല്ലേ, സ്റ്റേറ്റിന് കൊടുക്കുന്ന ഡിറക്ഷൻസ് ആണത് ആക്ച്വലി. ഓക്കെ, അപ്പം ആ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഏത് പാർട്ടിനകത്താണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക? പാർട്ട് 4-നകത്താണ് അത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ആർട്ടിക്കിൾസ് അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? 36 to 51, 36 തൊട്ട് 51ാമത്തെ ആർട്ടിക്കിൾസ് വരെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓക്കെ, നല്ലൊരു ടോപ്പിക്കാണ് കേട്ടത്. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. ഡോക്ടർ B.R. അംബേദ്കർ ഈ DPSP പറഞ്ഞതാണ് നൊവേൽ ഫീച്ചർ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. നൊവേൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. According to Dr. B.R. Ambedkar, DPSP is a novel feature of Indian Constitution. And according to the Granville Austin പറഞ്ഞത് it is a conscience of the Constitution. conscience എന്ന് പറയുന്നത് DPSP എന്നാണ് ഗ്രാൻവൈൽ ഓസ്റ്റിൻ്റെ ഒരു കമൻറ്റ്. അങ്ങനെ രണ്ടും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ പാർട്ട് 3 പഠിച്ചിട്ടുണ്ടല്ലോ. പാർട്ട് 3 എന്താ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമ്മൾ ഡീൽ ചെയ്തത് അല്ലേ. Part 3 of the Indian Constitution is dealing with the fundamental rights. Okay, ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സും DPSPയും കൂടിയാണ് നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നതാണ് ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ദേ ആർ ദ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഏകദേശം ഒരു ധാരണയായല്ലോ. ഓക്കെ, നമുക്ക് ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നമ്മൾ പഠിച്ചു. നമ്മുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ അവിടെ നമുക്കറിയാം ഒരുപാട് ആക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. റെഗുലേറ്റിംഗ് ആക്ട് ഉണ്ട്, പിറ്റ് ഇന്ത്യ ആക്ട് ഉണ്ട്, ചാർട്ടേഴ്സ് ആക്ട് ഉണ്ട്, അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റുകളുണ്ട്. അങ്ങനെ ഒരുപാട് ആക്ട്, ഇന്ത്യൻ കൗൺസിൽ ആക്ട്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആക്റ്റാണ്. ആ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നുണ്ട്. ആ സെയിം സംഭവം തന്നെയാണ് ഇവിടെ നമ്മൾ DPSP എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് ക്ലിയർ അല്ലേ? ഓക്കെ, ആക്ച്വലി ഇതെന്താ ഒരു ഏകദേശം ഒരു പിക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആക്ച്വലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ക്ലാസിഫൈ ചെയ്തിട്ടില്ല, അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി അത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 3ആയിട്ടാണ്. ഫസ്റ്റ് വൺ ഈസ് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ, സെക്കൻഡ് വൺ ഈസ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ ആ ടേമിൽ തന്നെ ക്ലിയർ ആണല്ലോ. കുറേ സോഷ്യലിസ്റ്റിക് പരമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, ഗാന്ധിയുടെ ഐഡിയാസ് ഡീൽസ് ചെയ്യുന്ന കാര്യം. ഗാന്ധി എന്തിനാണ് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്തത്? വില്ലേജസ് അല്ലേ. നമ്മുടെ ഇന്ത്യയിലെ ശരിക്കും നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ എവിടെയാണ് തുടങ്ങേണ്ടത്, നമ്മുടെ റൂട്ട് എവിടെയായിരിക്കണം? വില്ലേജസ്. അപ്പം അക്കോർഡിംഗ് ടു ഗാന്ധി വില്ലേജസിനാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. പിന്നെ ഡ്രിങ്ക്സിനെതിരെയായിരുന്നു അദ്ദേഹം അല്ലേ, ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ്. സോ അങ്ങനെയല്ല. അപ്പോൾ കൗസ് സ്ലോട്ടർ ഇതിനോടൊന്നും അദ്ദേഹത്തിന് താല്പര്യമായിരുന്നു. അപ്പം നോൺ വയലൻസ് ആണ് നമ്മുടെ ഗാന്ധി ഫോളോ ചെയ്തത്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും ഗാന്ധിയൻ പ്രിൻസിപ്പിളിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് വരിക. അതുപോലെ ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾ എന്നിട്ട് ഇൻ്റർനാഷണൽ പരമായിട്ടുള്ള ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിയുടെ കാര്യങ്ങൾ, നമ്മുടെ യൂണിഫോം സിവിൽ കോഡ്, അങ്ങനെയുള്ള പരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ആണ് ശരിക്കും ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസിൽ വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് ടോട്ടലി ഒന്ന് നോക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ടൊന്ന് മനസ്സിലായല്ലോ. പിന്നെ ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വന്നു പറഞ്ഞാൽ സർട്ടൻ അമെൻമെൻറ്റ്സ് വഴി ഡയറക്റ്റീവ്സ് അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക്. സോ അങ്ങനെ ആഡ് ചെയ്തത് ഏതൊക്കെ അമെൻമെൻ്റ് ആണ് ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസിനെ ആഡ് ചെയ്തിട്ടുള്ളത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അത്രേ ഉള്ളൂ ശരിക്കും ഈ ഒരു ചാപ്റ്ററിനകത്ത്. ഓക്കെ, സോ നമുക്ക് നോക്കാം നമ്മുടെ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്. ഓക്കെ, സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസിനകത്ത് മെയിനായിട്ട് വരുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ഓർഡറിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, എന്നിട്ട് നമുക്ക് അതിനൊരു ട്രിക്ക് കൂടി നോക്കാം കേട്ടോ. നല്ലൊരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ ആ ട്രിക്ക് വെച്ചാകുമ്പോൾ നമ്മൾ ഒരിക്കലും മറന്നു പോവില്ല. നല്ല ആ ഒരു ഓർഡറിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ, സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ വെൽഫെയർ ഓഫ് ദ പീപ്പിളിൻ്റെ വെൽഫെയറിനെ കുറിച്ചും, വെൽഫെയർ ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 38. അതുപോലെ തന്നെ നമ്മുടെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് വിമൻ ആൻഡ് വിമൻ. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്തിനെ പ്രിവെൻഷൻ ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് കെയർ കുട്ടികളുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എല്ലാവർക്കും, ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ, ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ എന്ന് പറയുക. പിന്നെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെക്കുറിച്ച്, ഓക്കെ, നമ്മുടെ റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെക്യൂർ ചെയ്യാനായിട്ട്. പിന്നെ ഒരു ലിവിങ് വേജ്, ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ടു ദ പീപ്പിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഇത് കിട്ടുമല്ലോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഫാക്ടറീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് മാനേജ്മെൻറ്റ് അത് എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. എംപ്ലോയീസ് പാർട്ടിസിപ്പേഷൻ, അതുപോലെ തന്നെ നമ്മളുടെ പബ്ലിക് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ശരിക്കും ഇതിനകത്ത് വരുന്നത്. നമുക്ക് ആ ട്രിക്ക് വെച്ചാകുമ്പോൾ നല്ല വൃത്തിക്ക് പഠിക്കുക. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അതുപോലെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിനകത്താകുമ്പോൾ നമ്മുടെ വില്ലേജസിനെ ഓർഗനൈസ് ചെയ്യുന്നത്, ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യുക, കൗസിനെ സ്ലോട്ടർ ചെയ്യുക, കൗസിന് അതുപോലെ മിൽക്ക് പ്രൊവൈഡിങ് ആയിട്ടുള്ള ആനിമൽസ് അതിൻ്റെയൊക്കെ സ്ലോട്ടറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ SC/ST എഡ്യൂക്കേഷൻ, അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക, അവരുടെ എഡ്യൂക്കേഷൻ പരമായിട്ടും എക്കണോമിക് ഇൻട്രസ്റ്റിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോണോമസ് ഫങ്ഷനിങ്, അതായത് നമ്മൾ പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിനകത്ത് വരിക. ഓക്കെ, ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസിനകത്താണ് നമ്മുടെ UCC, യൂണിഫോം സിവിൽ കോഡ്. ഓക്കെ, UCC സെക്യൂർ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ആനിമൽ ഹസ്ബൻഡറി, എഗ്രികൾച്ചർ, അതിനെയൊക്കെ അങ്ങനെയുള്ള ഓർഗനൈസ് ചെയ്യുന്നതിനെക്കുറിച്ചും, അതുപോലെ തന്നെ നമ്മുടെ ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് 6 ഇയേഴ്സ് വരെ, അണ്ടിൽ ദ ഏജ് ഓഫ് 6 ഇയേഴ്സ് വരെ കുട്ടികൾക്ക് ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്, അതുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോണിമെൻറ്റ്സ്, ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മോണിമെൻറ്റ്സും പ്ലേസസിനെയൊക്കെ എന്ത് ചെയ്യുക, അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ കേസ് വരുന്നുണ്ട്, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനിൽ ജസ്റ്റ് പറഞ്ഞു പോകുകയുള്ളൂ, പഠിക്കുന്നത് നമുക്കൊന്ന് നല്ല രീതിയിൽ നോക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള കേസ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ജുഡീഷ്യറിനെ എക്സിക്യൂട്ടീവിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക, ടു സെപ്പറേറ്റ് ദ ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ് എന്നുള്ളതുകൊണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് ട്രിക്ക് വെച്ച് തന്നെ ഇത് ക്ലിയർ ആയിട്ട് നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഇതിപ്പോൾ ബോർഡ് വെച്ചിട്ടില്ല, ഞാൻ ബോർഡ് വെച്ച് നല്ല രീതിയിൽ കാണിക്കാം കേട്ടോ. സോ നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ. സോ നമ്മൾ ട്രിക്ക് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാം, ഒന്ന് നോട്ട് ചെയ്തോ, VWE. സോ അതിനകത്ത് WEയും ക്യാപ്സ് ലോക്ക് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം കേട്ടോ. വി ലൈക്ക് ടു പ്ലേ വിത്ത് മദേഴ്സ് ചീപ്പ് PC, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോഡ് വരിക. വി ലൈക്ക് ടു പ്ലേ വിത്ത് മദേഴ്സ് ചീപ്പ് PC. അതിലെ ഫസ്റ്റ് വിയുടെ WE എന്നുള്ള അല്ലേ, ആ 2 ലെറ്ററും ഹൈലൈറ്റ് ചെയ്തു, WEയും. അതുപോലെ തന്നെ ലൈക്കിൻ്റെ L ഹൈലൈറ്റ് ചെയ്യുക, പ്ലേയുടെ P ഹൈലൈറ്റ് ചെയ്യുക, പിന്നെ വിത്തിൻ്റെ W, എഗെയിൻ മദറിൻ്റെ M ഹൈലൈറ്റ് ചെയ്യുക, ചീപ്പിൻ്റെ C ഹൈലൈറ്റ് ചെയ്യുക, പിന്നെ PCയുടെ Pയും Cയും ഹൈലൈറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് 1 by 1 നോക്കാം. W, അതിൻ്റെ W എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വാട്ട് ഈസ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. നന്നായിട്ട് നോട്ട് ചെയ്തോ കേട്ടോ. സോ ഇറ്റ് ഈസ് ആർട്ടിക്കിൾ 38. ഓക്കെ, ഇനി E എന്ന് പറയുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന ഷോർട്ട് ഫോം, E ഫോർ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഓക്കെ, ആർട്ടിക്കിൾ 39 ആണ്. L ഫോർ വാട്ട്, ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പോർ ആണ് L, ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 39A. ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പോർ ആണ് 39A ആണ് ആർട്ടിക്കിൾ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി പ്ലേയിലെ P ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് വാട്ട് ഇസ് പഞ്ചായത്താണ്. പഞ്ചായത്തിനായിട്ട് ഡീൽ ചെയ്യുന്ന ഓർഗനൈസിങ് ദ വില്ലേജ് പഞ്ചായത്ത് എന്നുള്ളതാണ്. സോ അത് ആർട്ടിക്കിൾ 40 ആണ്, 40. എഗെയിൻ നമ്മൾ വിത്തിൻ്റെ W ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, വിത്തിൻ്റെ W ഹൈലൈറ്റ് ചെയ്യുന്നത് ദാറ്റ് ഇസ് വാട്ട് ഈസ് ആർട്ടിക്കിൾ 41 ആണ്. ഇറ്റ് ഈസ് വാട്ട് ഈസ് റൈറ്റ് ടു വർക്ക് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇനി മദറിൻ്റെ M ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, മദറിൻ്റെ M എന്ന് വെച്ചാൽ മെറ്റേണിറ്റി റിലീഫ് എന്നുള്ളതാണ് മദറിൻ്റെ M പറയുന്നത്, ദാറ്റ് ഇസ് വാട്ട് ഈസ് ആർട്ടിക്കിൾ 42 ആണ്. ഇനി ചീപ്പിൻ്റെ C ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, കോട്ടേജ് ഇൻഡസ്ട്രീസ് കാര്യങ്ങളാണ്, ദാറ്റ് ഈസ് C. പിന്നെ PCയിലെ Pയും Cയും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് P ഫോർ വാട്ട്, പാർട്ടിസിപ്പേഷൻ ഓഫ് ദ എംപ്ലോയീസ്. അപ്പോൾ അത് 43A ആണ്, പാർട്ടിസിപ്പേഷൻ ഓഫ് ദ എംപ്ലോയീസ് എന്ന് പറയുക. ഇനി C എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, ദാറ്റ് ഇസ് വാട്ട് ഈസ് 43B ആണ്, കോപ്പറേറ്റീവ് സൊസൈറ്റി C, PCയിലെ C. ഓക്കെ, ക്ലിയർ അല്ലേ?
അപ്പോൾ ഇതാണ് ഒരു ട്രിക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 38 to 43A വരെ 43B വരെ നമ്മളിപ്പോൾ ഡീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ട്രിക്ക് യൂസ് ചെയ്യുക. ഇനി അതിനെ ഫോളോ ചെയ്തുകൊണ്ട് അടുത്തൊരു കോഡ്, ഇത് ഈ ഒരു കോഡ് മനസ്സിലായോ? സെക്കൻഡ് കോഡ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് എഴുതുക. സെക്കൻഡ് കോഡ് ഇതാണ്, ദാറ്റ് ഈസ് യൂണിയൻ കെയേഴ്സ് ഫോർ ചൈൽഡ് പ്രൊട്ടക്ഷൻ. യൂണിയൻ കെയേഴ്സ് ഫോർ ചൈൽഡ് പ്രൊട്ടക്ഷൻ. അതിനകത്ത് യു ഹൈലൈറ്റ് ചെയ്യുക. യൂണിയനിൽ യു ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്, കെയേഴ്സിൽ സി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ പ്രൊട്ടക്ഷനിൽ പി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് യൂണിയനിലെ യു ഫോർ വാട്ട്? UCC, യൂണിഫോം സിവിൽ കോഡ്. ആർട്ടിക്കിൾ പറയുന്നത് 44 ആണ്, ആർട്ടിക്കിൾ 44. സി, കെയറിൻ്റെ സി, കെയേഴ്സ് എന്നുള്ളതിൻ്റെ സി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അത് ആർട്ടിക്കിൾ 45 ആണ്, ചൈൽഡ് കെയർ എന്നുള്ളത്. പിന്നെ പി, പ്രൊട്ടക്ഷൻ്റെ പി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 46, പ്രൊട്ടക്ഷൻ ഓഫ് SC STയുടെ പ്രൊട്ടക്ഷൻ ആണ് പറയുന്നത്. ഓക്കെ, ഇത് സെക്കൻഡ് കോഡാണ്. ഇനി നമ്മുടെ തേർഡ് കോഡ് നോക്കാം. തേർഡ് കോഡ് എന്ന് പറയുന്നതാണ്, നോട്ട് ചെയ്തോളൂ, ഇൻടോക്സിക്കൻസ്. Intoxicants for cows and wildlife are not of national use. Executive told internationally. ഞാൻ ഒന്ന് പറയാം കേട്ടോ. Intoxicants for cows and wildlife are not of national use. Executive told internationally. ഓക്കെ, ഇതിനകത്ത് ഇൻടോക്സിക്കൻസിൻ്റെ I ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക, കൗസിൻ്റെ C ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക, വൈൽഡ് ലൈഫിൻ്റെ W ഹൈലൈറ്റ് ചെയ്യുക, നാഷണലിൻ്റെ N ഹൈലൈറ്റ് ചെയ്യുക, ദെൻ എക്സിക്യൂട്ടീവിൻ്റെ E ഹൈലൈറ്റ് ചെയ്യുക, ഇൻ്റർനാഷണലിയുടെ Iയും ഹൈലൈറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഇൻടോക്സിക്കൻ്റ് I, ദറ്റ് ഈസ് 47 ആണ്. ദറ്റ് ഈസ് ഇൻടോക്സിക്കൻസ് ഏതാണ്? പ്രോഹിബിറ്റിംഗ് ദ കൺസെപ്ഷൻ ഓഫ് ഇൻടോക്സിക്കൻ്റ് എന്നുള്ളതാണ് അതിൻ്റെ. ഓക്കെ, ഇനി കൗവിൻ്റെ സി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ആർട്ടിക്കിൾ. അപ്പോൾ ഇൻടോക്സിക്കൻ്റ് 47 ആണ് കേട്ടോ ആർട്ടിക്കിൾ. ഓക്കെ, കൗസിൻ്റെ സി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ആർട്ടിക്കിൾ 48 ആണ്. കൗ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അതായത് പ്രോഹിബിറ്റിംഗ് ദ സ്ലോട്ടർ ഓഫ് കൗസ് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്, ദറ്റ് ഈസ് സി എന്നുള്ളത്. ഇനി വൈൽഡ് ലൈഫിൻ്റെ W ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ദറ്റ് ഈസ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആണ്, 48A ആണ് ആർട്ടിക്കിൾ വരുന്നത്. ഓക്കെ, നാഷണലിൻ്റെ N ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ദറ്റ് ഈസ് നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മോണുമെൻറ്റ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, ദറ്റ് ഈസ് N ഫോർ ദാറ്റ്. 49 ആണ് ആർട്ടിക്കിൾ. എഗെയിൻ എക്സിക്യൂട്ടീവിൻ്റെ E ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഈയുടേത് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി ഇൻ്റർനാഷണലിയുടെ I ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് ഇൻ്റർനാഷണലി എന്താണ്? ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി അല്ലെ, പീസ് ആൻഡ് സെക്യൂരിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ലാസ്റ്റ് വൺ 51 ആണ് ആർട്ടിക്കിൾ. ഓക്കെ, ഇപ്പം നമ്മൾ എഴുതിയ ഈ 3 കോഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് DPSPയിലെ ഫുൾ, അതായത് 38 തൊട്ട് 51 വരെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്താൽ നമുക്ക് ഒരിക്കലും നമ്മൾ മറക്കത്തില്ല. ഈ ഒരു കോഡ് വെച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കറക്റ്റ് ആർട്ടിക്കിൾ നമുക്ക് ഓർത്തിരിക്കാവുന്നതാണ്. ഓക്കെ, കറക്റ്റ് ആർട്ടിക്കിൾ ഏതാണ് ഡീൽ ചെയ്യണം, ഏതാണ് ആ ആർട്ടിക്കിൾ എന്താ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് നമ്മൾ പറഞ്ഞു, പക്ഷേ 36 തൊട്ട് 51 വരെയാണ് ആക്ച്വലി നമ്മൾ DPSP എന്ന് പറയുക അല്ലേ, അല്ല ആർട്ടിക്കിൾസ്. അപ്പോൾ 36 ഉം 37 ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 36 ഉം 37 എന്താണെന്ന് നോക്കാം. 36 എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് എന്താണ് ഡിഫൈൻ ചെയ്യുവാണ് 36. അതുപോലെ 37 എന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ സ്റ്റേറ്റ് ഫോളോ ചെയ്യണം, ഇത് അത്രയ്ക്ക് ഫണ്ടമെൻ്റൽ ആണ്. ഇറ്റ് ഈസ് ഫോർ വാട്ട്? ഫോർ ദ ഗവേണൻസ് ഓഫ് ദ കൺട്രി. സോ സ്റ്റേറ്റ് അത് ഫോളോ ചെയ്യണമെന്ന് പറയുന്നതാണ് ആക്ച്വലി. ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ഫോർ ദ ഗവേണൻസ് ഓഫ് ദ കൺട്രി, ദറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഷാൽ, ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു ഫോളോ ദിസ്. ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു ഇൻകോർപ്പറേറ്റ് ദിസ് പ്രിൻസിപ്പിൾ വൈൽ ഇംപ്ലിമെൻറ്റിംഗ് ദ പോളിസീസ്. ഓക്കെ, സോ ഈ ഒരു കേസാണ് പറയുന്നത്, ദാറ്റ് ഈസ് എ 37, ആർട്ടിക്കിൾ 37 പറയുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഓവറോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 36 തൊട്ട് 51 വരെ ആർട്ടിക്കിൾസ് നമുക്ക് ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി ഒരു കാര്യം കൂടി നോക്കുന്നുണ്ട്, കുറച്ച് അമെൻമെൻറ്റ്സ് നോക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ 42nd, 44th, അതുപോലെ 86th, 97th, ഇത്രയും അമെൻമെൻറ്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് നമ്മൾ പറയാം 42nd അമെൻമെൻറ്റ്. 42nd അമെൻമെൻറ്റ് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്താണെന്നറിയോ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുക. കാരണം ഒരുപാട് ചേഞ്ചസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്തിയ ഒരു അമെൻമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ടൈമിലുള്ള കൊണ്ടുവന്ന അമെൻമെൻ്റ് ആണ്. സോ അത് തന്നെയാണ് ആ അമെൻമെൻറ്റിൻ്റെ പ്രത്യേകത, ഒരുപാട് ചേഞ്ചസ് വരുത്തി. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് എസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ 42nd അമെൻമെൻറ്റ് ആക്ട് 1976 ആണ് ഓർത്തിരിക്കുക. അത് എന്തൊക്കെ ചേഞ്ചസ്, ഏതൊക്കെ ആർട്ടിക്കിൾ നോക്കണേ. അതായത് ആർട്ടിക്കിൾ 13(9), അതായത് എന്താണ്? ഹെൽത്തി ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ എന്നുള്ള കാര്യങ്ങൾ.
റിഗാർഡിംഗ് ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഹെൽത്തി ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39. സോ അത് കൊണ്ടുവന്നു. അതുപോലെ തന്നെ പ്രൊമോട്ട് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പൂവർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പൂവർ ഏതാണ്? 39A ആണ്. ആ ഒരു അത് കൊണ്ടുവന്നു. ഓക്കെ, അപ്പം ഈ ഒരു ഇതൊക്കെ ആഡ് ചെയ്തത്. നെക്സ്റ്റ് ആഡ് ചെയ്ത വേറൊരു തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രി. അതെന്ന് പറയുന്ന ആർട്ടിക്കിൾ 43A ആണ്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ. സോ ഇത്രയും 4 കാര്യങ്ങൾ, 4 പ്രിൻസിപ്പിൾസ് ആഡ് ചെയ്ത അമെൻമെൻറ്റാണ് 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് 44th അമെൻമെൻ്റ് ആണ്. ഈ 44th അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ മിനിമൈസ് ചെയ്യുക ഇനീക്വാളിറ്റീസ്, ഇൻകം, സ്റ്റാറ്റസ്, ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇനീക്വാളിറ്റീസിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രിൻസിപ്പിൾ. അങ്ങനെ ഒരു പ്രിൻസിപ്പിളിനെ ആഡ് ചെയ്തതാണ് 44th അമെൻമെൻറ്റ് ആക്ട്. ഈ 44th അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത് 1978 ഓക്കെ. ഇനി അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട തേർഡ് എന്ന് പറയുന്നത് 86th അമെൻമെൻ്റ് ആണ്. ആക്ച്വലി 86th അമെൻമെൻറ്റ് ആർട്ടിക്കിൾ 45 അതായത് എലിമെൻ്ററി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45. ഓക്കെ, ആ 45 സബ്ജക്റ്റ് മാറ്റർ തന്നെ ചേഞ്ച് ചെയ്തത് മാത്രമല്ല ഏത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിനെ ആഡ് ചെയ്യുകയും ചെയ്തു. അതാണ് ഈ അമെൻമെൻറ്റിൻ്റെ പ്രത്യേകത. ആർട്ടിക്കിൾ 21A, ശരിക്കും ആർട്ടിക്കിൾ 21A എന്നുള്ളത് നമ്മുടെ പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റിലേക്ക് ആഡ് ചെയ്ത അമെൻമെൻറ്റാണ് 86th അമെൻമെൻറ്റ്. അത് മാത്രമല്ല അങ്ങനെ ആഡ് ചെയ്യുകയും ചെയ്തു. അതേസമയം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്ത് കിടന്നിട്ടുള്ള സബ്ജക്റ്റ് മാറ്റർ ആർട്ടിക്കിൾ 45 സബ്ജക്റ്റ് മാറ്ററിനെ ചേഞ്ച് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് എഡ്യൂക്കേഷൻ ടു ദ ചിൽഡ്രൻ അപ് ടു 6 years എന്ന ഒരു ചേഞ്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് 86th അമെൻമെൻറ്റ് ആക്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മൾ നോക്കേണ്ടത് 97th അമെൻമെൻറ്റ് ആക്ട് ആണ്. 97th അമെൻമെൻറ്റ് ആക്ട് ഡീലിംഗ് വിത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി. ആ അമെൻമെൻറ്റ് ആക്ടാണ് ആക്ച്വലി ഇൻ ദ ഇയർ ഓഫ് 2011 അത് ആഡ് ചെയ്ത ഒരു പ്രിൻസിപ്പിളാണ്, ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ്. ദാറ്റ് ഈസ് റിഗാർഡിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് അതുമായിട്ട് ഡീൽ ചെയ്യുക. റിലേറ്റിംഗ് ടു ദാറ്റ് ആ ഒരു പ്രിൻസിപ്പിൾ ആഡ് ചെയ്തതാണ് 97th അമെൻമെൻറ്റ് ആക്ട്. സോ ഇത്രയാണ് ശരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. സോ നമ്മൾ പറഞ്ഞു ഓവറോൾ അതിൻ്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെ ടേംസ് ആണ് ആരെങ്കിലും പറഞ്ഞത്, ഡോക്ടർ BR അംബേദ്കർ എന്ത് പറഞ്ഞു, ഗ്രാൻഡ് ലോസ്റ്റ് എന്താ പറഞ്ഞത്, എന്താണ് ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് 10 minutes നിങ്ങളൊന്ന് ഇരുന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഒന്ന് ആലോചിക്കാവുന്ന എന്തൊക്കെ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ എന്താണ് ഇതെവിടെ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് വരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇമ്പോർട്ടൻസ് വന്നു. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഇതെന്താണെന്നുള്ള അറിയുക. ഏത് പാർട്ടിനകത്താണ്? പാർട്ട് 4 അല്ലേ? പാർട്ട് 4 ഏതൊക്കെ ആർട്ടിക്കിൾസാണ് ഡീൽ ചെയ്യുന്നത്? ആർട്ടിക്കിൾ 36 to 51. ഓക്കെ, അതിൽ 36, 37 നമ്മൾ ലാസ്റ്റ് പറഞ്ഞായിരുന്നു എന്താണെന്ന്. ഓക്കെ, 38 തൊട്ട് 51 വരെ നമ്മളൊരു കോഡ്, 3 കോഡ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. ആ കോഡ് വെച്ച് ആ ട്രിക്ക് വെച്ച് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് 38 to 51 എന്നുള്ളത്. അതുപോലെ ഫൈനലി നമ്മൾ കുറച്ച് അമെൻമെൻറ്റ്സ് നോക്കി അല്ലേ? 42nd അമെൻമെൻറ്റ്, 44th അമെൻമെൻറ്റ്, 97th. അതിന് മുന്നേ നമ്മൾ നോക്കില്ല 86th അമെൻമെൻറ്റ്, 86th അമെൻമെൻറ്റും 97th അമെൻമെൻറ്റ്, ഇത്രയും അമെൻമെൻറ്റും കൂടി നോക്കി. സോ അത് ആഡ് ചെയ്ത പ്രിൻസിപ്പിൾസ് ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് നോക്കി. സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത്. സോ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.